ഹായ്, ഏവർക്കും സൈലം PSC യൂട്യൂബ് ചാനലിലേക്ക് ഹാർദമായ സ്വാഗതം. ഈ മാസം എന്ന് പറയുന്നത് പരീക്ഷാ കാലമാണ്, പരീക്ഷയുടെ മാസമാണ്. കുട്ടികളൊക്കെ ഇങ്ങനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന 10th മെയിൻസും സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ പ്രിലിംസും ഒക്കെ വരുന്നുണ്ട്, ഡിഗ്രി പ്രിലിംസ് അല്ലേ. സോ എന്തുകൊണ്ടും കുട്ടികൾക്കൊരു പേടിയുള്ള ഒരു കാലമാണിത്. പ്രത്യേകിച്ച് നമ്മൾ ഡിഗ്രി പ്രിലിംസിനെ സംബന്ധിച്ചാണെങ്കിൽ കോർ സബ്ജക്റ്റ് എന്ന് പറയാവുന്നത് ഇംഗ്ലീഷ്, മലയാളം, മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റിയാണ്. മലയാളത്തിലെ 10 മാർക്ക് വളരെ പ്രധാനമാണ്. ഇനി എന്താണ് വേണ്ടതെന്ന് ചോദിച്ചാൽ 10-20 ദിവസം മാത്രം നമ്മുടെ മുന്നിലുള്ള, 20 ദിവസം പോലും ഇല്ല, അങ്ങനെയുള്ള ഈ ഒരു സമയത്തിൽ ഏറ്റവും നന്നായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. അതിൽ തന്നെ വരാൻ ചാൻസ് ഉള്ള, മലയാളത്തെ സംബന്ധിച്ച് റിപ്പീറ്റേഷൻ ഒരു പ്രധാന ഘടകമാണ്. അത്തരത്തിൽ റിപ്പീറ്റ് അടിച്ച് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസിനെ കണ്ടെത്തി അത് നിങ്ങളിലേക്ക് എത്തിച്ച് നിങ്ങളെ ഒന്ന് ആവർത്തിച്ചത് മനസ്സിലേക്ക് എത്തിക്കുകയാണ് എൻ്റെയും സൈലം PSCയുടെ ഒക്കെ ലക്ഷ്യം. സോ നമ്മൾ സൈലം PSCയുടെ യൂട്യൂബ് ചാനൽ സൈലം PSC ലോഞ്ച് ചെയ്ത സമയം മുതൽ ഇങ്ങോട്ടുള്ള ഏതൊരു പരീക്ഷയ്ക്കും ഏറ്റവും സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മുടെ ബാച്ച് പർച്ചേസ് ചെയ്ത മക്കൾക്കോ അല്ലാതെ പുറത്ത് നിന്ന് പഠിക്കുന്ന മക്കൾക്കോ ഒക്കെ ഒരുപോലെ ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. നിങ്ങൾ വീഡിയോയുടെ അടിയിൽ കമൻസുകളായിട്ട് ഇടുക. നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ റിക്വയർമെന്റ്സ്, നിങ്ങൾക്ക് എന്തൊക്കെ ടൈപ്പ് ഓഫ് ക്ലാസ് ആണ് വേണ്ടത്. നമുക്കൊരു ലിമിറ്റേഷൻ ഉണ്ട് അല്ലേ, നമുക്ക് യൂട്യൂബിലൂടെ ഫ്രീ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നതിന് ചില ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ട്. എങ്കിൽ കൂടി എന്താണ് മലയാളത്തെ സംബന്ധിച്ച് നിങ്ങൾക്ക് വേണ്ടത് എന്നൊന്ന് പറയുക. അതായത് ഇപ്പോൾ സന്ധി, അതായത് പിരിച്ചെഴുത്ത് ചേർത്തെഴുത്തിൻ്റെ കോഡക വെച്ചുകൊണ്ട് ഒരു ചെറിയ ക്ലാസ്, അതാണോ വേണ്ടത്? അതോ നിങ്ങൾക്ക് ഇനിയിപ്പം വിപരീത ഒറ്റപ്പദം പര്യായം അതിനെ സംബന്ധിക്കുന്നതാണോ? അത് കലാ സംസ്കാരം സാഹിത്യത്തിലെ ഏതെങ്കിലും ഒരു പ്രത്യേക പോർഷനാണോ? സാഹിത്യത്തിലെ പ്രത്യേക പോർഷൻ. അപ്പൊ എന്താണ് വേണ്ടത് നിങ്ങളുടെ റിക്വയർമെന്റ്സ് അല്ലേ. ഞങ്ങൾ എപ്പോഴും അടുത്തറിയുന്നത് ഞങ്ങളുടെ ബാച്ച് പർച്ചേസ് ചെയ്ത് ക്ലാസ്സിലിരിക്കുന്ന മക്കളെയാണ് ഞാൻ കാണുന്നത് അല്ലേ. അവരെയും കാണുന്നില്ല, അവർ കമന്റ്സിലൂടെ അല്ലെങ്കിൽ അവർ ക്ലാസ്സിൽ ടൈപ്പ് ചെയ്യുന്നതിലൂടെയും ടെലഗ്രാമിലൂടെയും ഒക്കെയാണ് അവരുടെ ആവശ്യങ്ങൾ, അവർക്ക് പഠിപ്പിക്കുന്ന മനസ്സിലാവുന്നുണ്ടോ, എന്താണ് ഇനിയും പഠിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ ആ ഓരോ കുട്ടികളുടെയും ശരിക്കും പറഞ്ഞ പെർഫോമൻസ് നമ്മൾ അറിയുന്നുണ്ട്. അവരിങ്ങനെ പഠിക്കുന്നുണ്ട്, അവർക്ക് ഇത്ര മാർക്ക് കിട്ടുന്നുണ്ട് ലൈവ് ടെസ്റ്റുകളിലൂടെയൊക്കെ. എന്നാൽ ഈ ഒരു വിഭാഗം മക്കള്, സൈലത്തെ ആശ്രയിക്കുന്ന ഒരു വിഭാഗം മക്കൾ പുറത്ത് നിൽക്കുന്നുണ്ട്. ബാച്ചൊന്നും പർച്ചേസ് ചെയ്യാൻ പറ്റാത്ത കുട്ടികളുണ്ടല്ലേ, പല പല കാരണങ്ങൾ കൊണ്ട് കഴിയാത്തവരുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും അവരുടെ റിക്വയർമെന്റ് നമുക്കറിയണം. സൈലം കഴിഞ്ഞ അതിന്റെ മുമ്പത്തെ വർഷം ഓഗസ്റ്റ് 15 ലോഞ്ച് ചെയ്യുന്ന സമയം മുതൽ ഇങ്ങോട്ട് 2 വലിയ പരീക്ഷകൾ കടന്നുപോയി. LP UP ലോവർ ഡിവിഷൻ ക്ലർക്ക് LD കടന്നുപോയി. സോ വലിയ വലിയ പരീക്ഷകൾ ഇനിയും വരുന്നുണ്ട്. അപ്പോഴെല്ലാം സൈലം ഏറ്റവും ഭംഗി എത്രത്തോളം നിങ്ങളെ സഹായിക്കാൻ പറ്റുമോ അത്രത്തോളം സഹായം സൈലം യൂട്യൂബ് ചാനലിലൂടെ. കാരണം അന്ന് മുതൽ യൂട്യൂബ് ചാനലിന് നെഞ്ചേറ്റിയ കുട്ടികളാണ് കേരളത്തിലെ ഉദ്യോഗാർത്ഥികൾ. അപ്പോൾ അവർക്ക് ആവശ്യമായ എല്ലാം നമ്മൾ യൂട്യൂബിലൂടെ മാരത്തോൺ ക്ലാസ്സുകളൊക്കെ ഏറ്റവും തിരക്ക് പിടിച്ച സമയമാണെങ്കിലും മൻസൂർ സാറൊക്കെ, ജെറിൻ സാറ്, മൻസൂർ സാർ എല്ലാവരും ക്ലാസ്സിലേക്കൊക്കെ വന്ന് ഏറ്റവും ഭംഗിയായി നിങ്ങൾക്ക് ക്ലാസ്സുകൾ തന്നിട്ടുണ്ട്. ആ പരീക്ഷ കഴിഞ്ഞ് അന്ന് വൈകുന്നേരം തന്നെ മൻസൂർ സാർ അതിൻ്റെ അനാലിസിസുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നുണ്ട്. ഓരോ PSCയുടെ ചലനങ്ങൾ, ഒരു നോട്ടിഫിക്കേഷൻ വന്നാൽ ഉടനെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾക്കത് കിട്ടും. അപ്പോൾ അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ കമൻസുകൾ, അത് നെഗറ്റീവ് ആയാലും ശരി പോസിറ്റീവ് ആയാലും ശരി, ഭാഗ്യവശാൽ ഏറ്റവും കൂടുതൽ പോസിറ്റീവ് കമൻസുകളാണ് നമുക്ക് കിട്ടുന്നത്. വളരെ അപൂർവമായി 1-2 നെഗറ്റീവ് കമൻസ്, പക്ഷെ അത് നമ്മൾ ഉൾക്കൊള്ളും. അല്ലാതെ ആ നെഗറ്റീവ് കമൻറ്റ് ഡിലീറ്റ് ചെയ്യാറില്ല, അത് ഉൾക്കൊള്ളും. കാരണം അതും കുട്ടികളുടെ ആശങ്കയാണ് നെഗറ്റീവ് കമൻസ് ആയിട്ട് പലപ്പോഴും നമുക്ക് വരുന്നെങ്കിലും സൈലത്തിന് നെഞ്ചേറ്റിയ മക്കളാണ്. ഓരോ കുട്ടികൾക്ക് നമ്മൾ ടെലഗ്രാം ചാനലിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അവരുടെ സംശയങ്ങൾ ചോദിക്കാൻ. അപ്പോൾ എല്ലാവരെയും ഒരേ കണ്ണോടെയാണ് സൈലം കാണുന്നത്. അതിപ്പം പർച്ചേസ് ചെയ്ത കുട്ടികളാണെങ്കിലും ശരി, അല്ലാത്താണെങ്കിലും ശരി. അപ്പോൾ തീർച്ചയായിട്ടും ഈ പരീക്ഷ വരുന്ന സമയമായതുകൊണ്ട് തന്നെ സൈലം PSCയുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് കിട്ടും എന്നുള്ളതാണ്. അത് നമ്മൾ സൈലം കുട്ടികളെ ചേർത്ത് പിടിക്കുന്നതിനൊരു എക്സാമ്പിളാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ക്ലാസ് കാണുക, സൈലം യൂട്യൂബ് ചാനലിൽ വരുന്ന ക്ലാസ്സുകൾ ഭംഗിയായിട്ട് കാണുക. അതിൻ്റെ അടിയിൽ നിങ്ങളുടെ ആവശ്യങ്ങൾ, നിങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും സംശയങ്ങൾ, മലയാള സംബന്ധിയായ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻസുകളായിട്ട് തന്നെ ഈ യൂട്യൂബ് വീഡിയോയുടെ അടിയിൽ ഇടാവുന്നതാണ്. അതിന് ഈ സംശയം ദൂരീകരിക്കാൻ പല മാർഗങ്ങളും ഉണ്ട്. നിങ്ങളുടെ സംശയവും നിങ്ങൾ ആരാണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ടെലഗ്രാം ചാനൽസ് ഉണ്ട്. സൈലം PSC തന്നെ ഓരോ എഡ്യൂക്കേറ്റേഴ്സിനും ടെലഗ്രാം ചാനൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ ചാനൽ മ്യൂട്ടഡ് അല്ല, ഡിസ്കഷൻ ഗ്രൂപ്പ്സ് ഉണ്ട്. അതിലൂടെ നിങ്ങളെ സംശയം ക്ലിയർ ചെയ്ത് തരാൻ പറ്റും. കാരണം ആവശ്യക്കാരന് ഔചിത്യമില്ല. നിങ്ങളിപ്പോൾ ആവശ്യക്കാരാണ്. നിങ്ങൾ വലിയ 2 പരീക്ഷകളെ ഈ മാസം ഫേസ് ചെയ്യാണ്. ഒന്ന് 10th മെയിൻസ്, ഒന്ന് ഡിഗ്രി പ്രിലിംസ്.
രണ്ടിലും മലയാളം ഒരുപോലെ പ്രാധാന്യമുള്ളതാണ്. സോ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഇത്രയും പറഞ്ഞത് നമുക്ക് ഇങ്ങനെയുള്ള വേദികളിലല്ലേ, ഇങ്ങനെയുള്ള അവസരങ്ങളിലല്ലേ എനിക്ക് നിങ്ങളോടും നിങ്ങൾക്ക് ഞാൻ എന്താ പറയുന്നതെന്നും ഒക്കെ കേൾക്കാൻ പറ്റുള്ളൂ അല്ലേ. കാരണം യൂട്യൂബിലൂടെ മാത്രം നമ്മൾ പരിചയമുള്ള കുറേ മക്കളുണ്ട്. പലയിടത്തും വെച്ച് കാണുമ്പോഴൊക്കെ പറയും ബാച്ചൊന്നും എടുത്തിട്ടില്ല ഗുരുവി, പക്ഷേ സൈലം PSCയുടെ യൂട്യൂബ് ചാനലിലൂടെ കാണാറുണ്ടെന്ന്. അപ്പം അങ്ങനെയുള്ളവർക്ക് കൂടി വേണ്ടിയാണ് ഒന്നുകൂടി പറയാം. ഈ മാസം പരീക്ഷ എന്ന് പറഞ്ഞ് പേടിപ്പിച്ചതല്ല. ഭയം വേണ്ട, ജാഗ്രത മതി. പരീക്ഷയ്ക്ക് ഒരിക്കലും പേടിക്കരുത്. പരീക്ഷ നമുക്കുള്ളതാണ്. ഈ പരീക്ഷ എഴുതുന്നത് നമ്മുടെ ഒരു വലിയ അംബിഷൻ സാറ്റിസ്ഫൈ ചെയ്യാനുള്ളതാണ്. ആ ഒരു മോട്ടിവേഷൻ സ്പിരിറ്റോടെ ചില്ലായിട്ട് വേണ്ടവരുന്ന് പഠിക്കാൻ. പേടിച്ച് അങ്കലാപ്പ് കയറി, ടെൻഷൻ കയറി, ആത്മചക്രയെ ചൂട് പിടിപ്പിച്ച്, ആത്മചക്രത ഇവിടെ ഇരിക്കണം, അതിനെയൊന്നും ചൂട് പിടിപ്പിക്കരുത്. സന്തോഷവും സമാധാനവുമായിട്ട് പഠിച്ച് പോണം. ഓക്കെ അല്ലേ? ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ ജോഡികൾ കണ്ടെത്തുക. ആദ്യം തന്നെ ഒട്ടും ശരിയല്ലാത്ത ഒരു ജോഡിയാണ് ഇവിടെ ഞാൻ പ്രസന്റ് ചെയ്തത്. എന്താ സജിമോളെ ഇത്? ആദ്യം തന്നെ ജോഡി തെറ്റി. ഗണപതിക്ക് വെച്ചത് കാക്ക കൊണ്ട്, കോഴിയല്ല കാക്ക, ഗണപതിക്ക് വെച്ചത് കാക്ക കൊണ്ട് പോവുക എന്നൊരു ചൊല്ലുണ്ട്. തുടക്കത്തിൽ തന്നെ പിഴയ്ക്കുക, പുത്തരിയിൽ കല്ല് കടിക്കുക എന്നൊക്കെ പറയാം. അതുപോലെയാണ്. അപ്പൊ ജോഡികൾ എഴുതുന്നത് ഇങ്ങനെയാണ്. ഈ ജോഡി തെറ്റാണ്. കണ്ടോ, ജോഡി തെറ്റാ. എന്താ പറയേണ്ടത്? ജോഡിയാണ് ശരി. ജോഡി ശരി, ജോഡി തെറ്റ്. രുധിരം എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? രുധിരം രക്തം. രുധിരം അല്ലെ, രക്തം. രുചിരം, നല്ല രുചിരമായ ഉണ്ണിയപ്പം, സ്വാദുള്ളത്. ഇനി അക്കൂട്ടത്തിൽ ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സ്വാദിഷ്ടം എന്ന് എഴുതുന്നത് ദേണ്ട ഇങ്ങനെയാണ്. ഓക്കെ. രുദിതം കരച്ചിൽ. ക്രന്ദനം എന്ന് പറഞ്ഞാലും കരച്ചിൽ തന്നെ. രോദയാണ്. രോദനം, രുദിതം, ക്രന്ദനം, വിലാപം ഒക്കെ കരച്ചിൽ തന്നെ. ഓക്കെ അല്ലേ? യെസ്. രൂപധം എന്താണ്? കോഴി. രൂപധം ശരിയായ ജോഡികൾ അല്ലെ. രൂപധം കോഴി തന്നെയാണ്. അപ്പൊ നമുക്ക് അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രുധിരവും രുചിരവും രുദിതവും രൂപധവും. അപ്പൊ ഇവിടെ എല്ലാം ശരിയാണ്, എല്ലാം ശരിയാണ്. അറിയാനുള്ള ആഗ്രഹം എന്നതിന്റെ ഒറ്റപ്പദം എന്താണ്? അറിയാനുള്ള ആഗ്രഹം എന്നതിന്റെ ഒറ്റപ്പദം എന്താണ് എന്ന് നോക്കാം നമുക്ക്. യെസ്, അറിയാനുള്ള ആഗ്രഹം അല്ലെ. അറിയാനുള്ള ആഗ്രഹം എന്നതിന്റെ ഒറ്റപ്പദം എന്താണ്? യെസ്, വിവക്ഷ, ഉത്സാഹം, ജിജ്ഞാസ, കൗശലം. ജിജ്ഞാസയാണ് അറിയാനുള്ള ആഗ്രഹം എന്ന അർത്ഥത്തില് പ്രയോഗിക്കുന്നത്. അറിയാനുള്ള ആഗ്രഹം, ജിജ്ഞാസ. വിവക്ഷയോ പറയാൻ ആഗ്രഹിക്കുന്നത് അല്ലെ. പറയാൻ ആഗ്രഹിക്കുന്നതാണ് വിവക്ഷ. യെസ്. ഉത്സാഹം അത് തന്നെ, ഉത്സാഹം, അതിൽ താല്പര്യം എന്നൊക്കെയുള്ള അർത്ഥം. കൗശലം, കൗശല ബുദ്ധി എന്നുള്ള അർത്ഥം തന്നെ. വിപരീത പദം കണ്ടെത്തുക. ആധിക്യം. ആധിക്യം എന്ന പദത്തിന്റെ വിപരീതം. ആധിക്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ധാരാളമായിട്ട് ഉള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആധിക്യം എന്ന് പറയുന്നത് അല്ലെ. ധാരാളം, ഒരുപാട് എന്നൊക്കെയുള്ള അർത്ഥം. അപ്പൊ ധാരാളം എന്നതാണെങ്കിൽ വൈരല്യമാണോ, വിരളമാണോ, അനാധിക്യമാണോ ദാരിദ്ര്യം? വിരളം. ആധിക്യം, ആധിക്യം. വിരളം, വിരളം ബഹുലമാണ്. അപ്പം വൈരല്യം, വൈരല്യം അല്ലെ, ബാഹുല്യമാണ് വൈരല്യം, സോറി. വിരളം, ആധിക്യം, വിരളം തന്നെ. ശരിയായ പദം കണ്ടെത്തുക. അഞ്ജനാംബസ്, അഞ്ജനാംബസ്, അജ്ഞനാംബസ്, അഞ്ജനാംബസ്. അഞ്ജനം എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? അഞ്ജനം കറുപ്പ്, അഞ്ജനം കറുപ്പ്. അംബസ്, അംബസ്, നഭസ്, അംബസ് ഒക്കെ മേഘമാണ് അല്ലെ, ആകാശമാണ്. എന്താണ്? ആകാശം. അപ്പൊ അഞ്ജനാംബസ്, കറുത്ത ആകാശം. ഞ്ഞായാണ് നമുക്ക് വേണ്ടത്. അഞ്ജനാംബസ്. എന്താണ്? അഞ്ജനാംബസ്. ശരിയായ പദം കണ്ടെത്തുക.
അത് തന്നെ റിപ്പീറ്റ് അടിച്ച് വന്നു. മരിക്കാറായ അവസ്ഥ ഒറ്റപ്പദം എന്താണ്? മരിക്കാറായ അവസ്ഥ, അത്യാസന്ന നില എന്നൊക്കെ നമ്മൾ പറയില്ലേ, അത്തരത്തിൽ മരിക്കാറായ അവസ്ഥ എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ഒറ്റപ്പദം എന്താണ്? ഒറ്റപ്പദം എന്താണ് മരിക്കാറായ അവസ്ഥ എന്നുള്ള അർത്ഥത്തില്? അത്യാസന്നം, ഒപ്പാരി ചൊല്ലൽ, പശ്ചിമാവസ്ഥ, അപകടസ്ഥിതി. പശ്ചിമാവസ്ഥയാണ്. നമ്മൾ ചിലപ്പോൾ അത്യാസന്നം എന്ന് വിചാരിക്കും, പക്ഷെ അത് വളരെ ക്രിട്ടിക്കൽ എന്നുള്ളതാണ്. അപ്പൊ മരിക്കാറായി, ആസന്ന മരണം എന്നുള്ള അർത്ഥത്തിലാണെങ്കിൽ പശ്ചിമാവസ്ഥയാണ് കറക്റ്റ്. പശ്ചിമാവസ്ഥ. ജീവിച്ചിരിക്കുന്ന ഏറ്റവും കൂടിയ കാലത്തിന് പറയുന്നത് ആജീവനാന്തം, പരമായുസ്, ആജീവിതം, ദീർഘായുസ്. പരമായുസ്, ജീവിച്ചിരിക്കുന്ന ഏറ്റവും കൂടിയ കാലത്തെ എന്തു പറയും? പരമായുസ്. തെറ്റായ ജോഡി ഏതാണ്? സുലഭം ദുർലഭം, സുസഹം ദുസ്സഹം, സൂക്ഷ്മം സ്ഥൂലം, സൃഷ്ടി സ്ഥിതി. തെറ്റായ ജോഡി ഡി ആണ്. കാരണം ബാക്കി എല്ലാമേ ശരി, എല്ലാം ശരിയാണ്. സൃഷ്ടി എന്ന് വന്നാൽ അതിൻ്റെ നേരെ വിപരീതം സംഹാരമാണ്. സൃഷ്ടി, സ്ഥിതി, സംഹാരം എന്ന് നമ്മൾ മൂന്നും കൂടി ചേർത്ത് പറയുമെങ്കിലും സൃഷ്ടി ക്രിയേഷൻ ആണ്, സംഹാരം ഡിസ്ട്രോയ് ആണ്, അല്ലെ? ഡിസ്ട്രക്ഷൻ ആണ്, അല്ലെങ്കിൽ അത് നശിപ്പിക്കലാണ്. ഒന്ന് കൺസ്ട്രക്ഷൻ ആണെങ്കിൽ ഒന്ന് ഡിസ്ട്രാക്ഷൻ ആണ്. അപ്പോൾ സൃഷ്ടി സംഹാരമാണ് എന്ത് വരേണ്ടത്? വിപരീതം വരേണ്ടത്. പര്യായ പദം എഴുതുക. രോഹികം, ദേവനം, തിതീർഷു, ഭസ്മം, കുങ്കുമം. അപ്പൊ രോഹിതം അല്ലെ? രോഹികം, രോഹികം കുങ്കുമം അല്ല, രോഹികം, അതെ കുങ്കുമം. രോഹിതം ചുവപ്പ് എന്നുള്ള ഒരു അർത്ഥമുണ്ട്, രോഹിതം അല്ലെ? അപ്പോൾ ഇവിടെ രോഹികം നമുക്ക് കുങ്കുമം തന്നെ കൊടുക്കാം, ചുവന്നത് എന്നുള്ള അർത്ഥത്തില്. പക്ഷ്മം എന്നാൽ എന്താണ്? പക്ഷ്മം ഇടതിങ്ങിയ, മിനുസമുള്ളത്, കൺപീലി, പുരികം. അപ്പോ ഇടതിങ്ങിയത് ആണോ അതോ മിനുസമുള്ളതാണോ, കൺപീലിയാണോ അതോ പുരികമാണോ? എന്താണ് പക്ഷ്മം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? പക്ഷ്മം നമുക്ക് നോക്കാം. പക്ഷ്മം അല്ലെ? പത്മം എന്ന് പറഞ്ഞാൽ താമരയാണ്, പക്ഷേ പക്ഷ്മം എന്താണ്? പക്ഷ്മം, പക്ഷ്മം നമുക്ക് നോക്കാം. ഈമ എന്നും പറയും. ഈമ, ഈമ എന്ന് പറഞ്ഞാലും എന്ത് തന്നെയാണ്? പക്ഷ്മമാണ്. അതായത് കൺപീലിക്കാണ് എന്തു പറയുന്നത്? യെസ്, കൺപീലിയാണ് എന്തായിട്ട് വരുന്നത്? യെസ്, കൺപീലി. കൺപീലിയാണ് എന്ത്? യെസ്, കൺപീലി. അപ്പൊ കൺപീലിക്ക് ഇമയെന്നും പക്ഷ്മെന്നും നമുക്ക് പറയാം. പക്ഷ്മാക്ഷി അങ്ങനെ പറയില്ല, പത്മാക്ഷി പറയും, പക്ഷ്മാക്ഷി പറയൂല. ഓക്കെ അല്ലേ? യെസ്, അപ്പൊ അത് ഓക്കെ ആയി. ഇനി അടുത്തത് നമുക്ക് നോക്കാം. യെസ്, പക്ഷ്മം. ഓക്കെ. ഉദ്ധതം, രൂക്ഷം എന്നീ വാക്കിന്റെ വിപരീതം. രൂക്ഷമാണെങ്കിൽ സൗമ്യമാണ്. രൂക്ഷ്മം, രൂക്ഷ്മത്തിന്റെ വേറൊരു പേരാണ് എന്ത്? രൂക്ഷത്തിന്റെ വേറൊരു പേരാണ് ഉദ്ധതം. രൂക്ഷത്തിന്റെ മറ്റൊരു പേരാണ് ഉദ്ധതം എന്ന് പറയുന്നത്. അപ്പൊ ഓക്കെ അല്ലേ? യെസ്. അപ്പൊ അതിന്റെയൊക്കെ നേരെ വിപരീതമായിട്ട് വരുന്നത് എന്താണ്? യെസ്, എന്താണ്? സൗമ്യമാണ്. അതേസമയം തീക്ഷ്ണമാണെങ്കിൽ നമുക്ക് ഇവിടെ ഉദ്ധതം, രൂക്ഷം അല്ലെ? തീക്ഷ്ണമാണെങ്കിൽ സൗമ്യം തന്നെ പറയാം നമുക്ക്. രൂക്ഷമാണെങ്കിൽ ആക്ച്വലി സ്നിഗ്ധമാണ് വരേണ്ടത്. ഇവിടെ സൗമ്യം വരൂലേ? ഇവിടെ നമുക്ക് എന്ത് കൊടുക്കാം? സ്നിഗ്ധം കൊടുക്കാം. സ്നിഗ്ധം, സ്നിഗ്ധം. ഓക്കെ. യെസ്, സ്നിഗ്ധം. ഓക്കെ. അപ്പോൾ ഉദ്ധതം രൂക്ഷമാണെങ്കിൽ, തീക്ഷ്ണമാണെങ്കിൽ സൗമ്യം. അവൻ എന്നെ എന്താണ്? തീക്ഷ്ണമായി നോക്കി. അവൻ എന്നെ തീക്ഷ്ണമായി നോക്കി എന്ന് നമ്മൾ പറയും അല്ലേ? അപ്പോ ഓക്കെ, തീക്ഷ്ണം, സൗമ്യം. അതേസമയം രൂക്ഷമാണെങ്കിലോ? രൂക്ഷമാണെങ്കിൽ നമുക്ക് പറയാം എന്താണ്? രൂക്ഷമാണെങ്കിൽ സൗമ്യം കൊടുക്കുക, അല്ല സ്നിഗ്ധം കൊടുക്കാം. സ്നിഗ്ധം. ഈ രൂക്ഷത്തിന്റെ മറ്റൊരു പേരാണ് എന്ത്? ഉദ്ധതം. രൂക്ഷത്തിന്റെ മറ്റൊരു പേരാണ് ഉദ്ധതം. ഓക്കെ. അപ്പൊ സെറ്റായല്ലേ? അല്ലേ? ഓക്കെ അല്ലേ?
യെസ്. അപ്പൊ ഇനി അടുത്ത് നോക്കാം. തെറ്റായ പദമേത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് തെറ്റായ പദമേത്? ഇതിൽ തെറ്റായ പദമേത് എന്ന് താഴെ തന്നിരിക്കുന്നത്. അതായത് പദശുദ്ധി ചോദ്യമാണ്. അപ്പൊ നോക്കാം. അപ്പോ പദശുദ്ധിയുടെ ചോദ്യമാണത്. അതായത് എന്താണ്? പ്രഗൽഭൻ, മധ്യാഹ്നം, അനുഗ്രഹം, ദ്രൗപദി. ഇതിലേറ്റവും തെറ്റായിട്ടുള്ളത് ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഏറ്റവും തെറ്റായത് പ്രഗൽഭനാണോ, മധ്യാഹ്നമാണോ, അതോ എന്താണ് പിന്നെ ദ്രൗപദിയാണോ? തെറ്റായിട്ടുള്ളത് ഏതാണ്? തെറ്റായത് ഏതാണെന്ന് നോക്കാം. തെറ്റായത് നമുക്കിവിടെ പറയാൻ പറ്റുന്നത് ദ്രൗപദിയാണ്. കാരണം പ്രഗൽഭൻ എന്ന് എഴുതുന്നത് ഇങ്ങനെയാണ്, മധ്യാഹ്നം എന്ന് എഴുതുന്നതും ഇങ്ങനെ തന്നെയാണ്. ഓക്കെ. പിന്നെ നമുക്കിവിടെ എന്താണ് പിന്നെ അനുഗ്രഹം എന്ന് എഴുതുന്നതും ഇങ്ങനെയാണ്. പക്ഷെ അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കൊടുക്കാം? അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പറയുന്നത് അനുഗൃഹീതൻ എന്നാണ്. എന്താണ്? അനുഗൃഹീതൻ. അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അനുഗൃഹീതനാണ്. അനുഗൃഹീതൻ. അപ്പൊ ഇവിടെ അനുഗ്രഹം വളരെ ശരിയായ പദമാണ്. ദ്രൗപദി എന്ന് എഴുതുമ്പോ എങ്ങനെയാണ് എഴുതുന്നതെന്ന് നോക്കിയേ. ദ്രൗപദി. കണ്ടോ? അതായത് ദ്രുപദന്റെ പുത്രി, ദ്രുപദ പുത്രിയാണ് എന്ത്? ദ്രൗപദി. അപ്പൊ അനുഗൃഹീതനാണ്. ദ്രൗപദിയാണ് ഇവിടെ തെറ്റായിട്ട് വരുന്നത്, പ്രഗൽഭനല്ല. പ്രഗൽഭൻ ഇങ്ങനെ തന്നെയാണ് എഴുതുന്നത്. ഓക്കെ അല്ലേ? യെസ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നതിൽ കഠിനം എന്ന പദത്തിന് വിപരീതമായി വരാവുന്നവ. ലളിതം, മൃദു, കർക്കശം, ദൃഢം. അപ്പൊ നമുക്കിവിടെ ലളിതവും മൃദുവും പറയാം കഠിനത്തിന്റെ വിപരീതമായി. അപ്പൊ ഇവിടെ എ ആണ് ആൻസർ. ഗൃഹി എന്ന പദത്തിന്റെ സ്ത്രീലിംഗം എന്താണ്? ഗൃഹിണിയാണ്. ഗൃഹി എന്ന പദത്തിന്റെ സ്ത്രീലിംഗം ഏതാണ് വരുന്നത്? ഗൃഹിണി. അങ്ങനെ നമ്മളിവിടെ ഒരു 15 ചോദ്യങ്ങളാണ് പരിചയപ്പെട്ടത്. 15 ചോദ്യങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയത്. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയും ചോദ്യങ്ങളൊന്ന് ഭംഗിയായി തന്നെ പഠിച്ചു വെക്കുക. അപ്പൊ ഇനിയും നമുക്ക് പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളുമായി അടുത്ത ഒരു യൂട്യൂബ് സൈലം PSCയുടെ തന്നെ യൂട്യൂബ് ക്ലാസ്സിലൂടെ വീണ്ടും കണ്ടുമുട്ടാവുന്നതാണ്. കഴിഞ്ഞ ദിവസം 3.0 ജനറൽ PSC 3.0യുടെ ഒരു മാരത്തോൺ ഉണ്ടായിരുന്നു. അതിനകത്ത് പ്രധാനപ്പെട്ട 25 മലയാളം ശൈലികളെ കുറിച്ച് കൂടി ഡിസ്കസ് ചെയ്തിരുന്നു. സോ വീണ്ടും ഒരു പുതിയ 10-15 ചോദ്യങ്ങളുമായി, പ്രധാനപ്പെട്ട 15 ചോദ്യങ്ങളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ബൈ.